ഓം ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നരസിംഹസ്വാമിയുടെ ഒരു ഉച്ചാടന ക്രിയ. ഈ ക്രിയ പഠിപ്പിക്കുന്ന കാലത്ത് ഗുരുനാഥൻ പറയാറ്, ഇതൊന്നും പരമാവധി ചെയ്യാതെ നോക്കുക. കാരണം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലവും എത്ര സൽക്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മമാണെങ്കിലും എല്ലാം അതിനൊക്കെ ഒരു റിയാക്ഷൻ ഉണ്ട്. പക്ഷേ പിന്നെന്തിനാണ് ഇത് പഠിപ്പിച്ചത് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ പോലെ ഒരാളുടെ ദുഷ്ചിന്തകളെ നമ്മളും അത്തരത്തിൽ ചിന്തിക്കാതെ പരമാവധി സൽചിന്തകളായി നടക്കുക, ഭഗവാനെ ആശ്രയിക്കുക. ഒരു 100 തെറ്റുകൾ ക്ഷമിച്ച പോലെ നമ്മൾ ക്ഷമിക്കുക. എന്നിട്ടും നമ്മൾക്ക് ദോഷങ്ങൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറയും. കാരണം അവിടുന്ന് അഗ്ന്യാസ്ത്രം ചെയ്താൽ നമ്മൾ ജലാസ്ത്രം തന്നെ ചെയ്യണം. അവിടെ വേദമൂതിയിട്ട് കാര്യമില്ല. ഈ കലിയുഗത്തിലെ യുദ്ധം ചെയ്തിരിക്കണം എന്ന് പറയും. ജീവിതം യുദ്ധമാണ്, അത് നിങ്ങൾ ചെയ്യണം എന്നുള്ള ആപ്തവാക്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ പരമാവധി നമ്മൾ ക്ഷമിച്ചുകൊണ്ട്, നമ്മൾക്ക് നിർവാഹമില്ലാതെ നമ്മൾ തിരിച്ചടിക്കുന്ന, മലയാളത്തിൽ കർമ്മത്തിൽ തിരിച്ചടി കർമ്മം എന്ന് പറയാം, ആ കർമ്മം ചെയ്താൽ ആ ചെയ്ത ആൾ കെടുപ്പിലാവും. അത്രയും ശക്തമായ ഒരു നരസിംഹസ്വാമിയുടെ ഒരു ഉച്ചാടന ക്രിയയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്രിയ ചെയ്യുമ്പോൾ 7 ദിവസത്തെ നമ്മൾ ശബരിമല ടൈപ്പിലുള്ള നൊയിമ്പ് നമ്മൾക്കുണ്ടാവണം. ആ നൊയിമ്പെടുത്തിട്ട് 7ാമത്തെ ദിവസം രാത്രിയാണ് ഈ ക്രിയ ചെയ്യേണ്ടത്. 7 മണിക്ക് ശേഷമാണ് ഈ ക്രിയ ചെയ്യേണ്ടത്. ഒരു 5 മണിയോടുകൂടിയൊക്കെ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. ഗുരുഗണപതി പൂജകൾ തുടങ്ങുന്നതെല്ലാം 7 മണിക്ക് ശേഷം തുടങ്ങാം. ഈ ക്രിയ ഒരു വ്യത്യസ്തമായ ഒരു ക്രിയയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് ഇതിൻ്റെ നരസിംഹസ്വാമിയുടെ ഒരു യന്ത്രം എന്ന് പറയുന്നത്. ഈ യന്ത്രം നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഇലയിൽ എഴുതണം. അത് ഇല ഒന്ന് അല്പം വാട്ടുക, തീയിൽ കാണിച്ചൊന്ന് വാട്ടി എടുത്താൽ നന്നായിരിക്കും. കാരണം ഇതെടുക്കുന്ന സമയത്ത് ഈ ഇല പൊട്ടാതെ വരണം. അത് പൊട്ടാതിരിക്കണമെങ്കിൽ ആ ഇല അല്പം ഒന്ന് വാട്ടിയാൽ നന്നായിരിക്കും. ഇനി ക്രിയയിലേക്ക് കടക്കാം. ഗുരുഗണപതി സ്മരണയൊക്കെ കഴിഞ്ഞ് ഭഗവാനെ ഒരു ഇലയിൽ അക്ഷതം വിതറി അതിൽ ഒരു നാളികേരം വെച്ച് പഞ്ചാലങ്കാരം പൂജിച്ച് പാൽപ്പായസം, ത്രിമധുരവും, അവില്, മലര്, കൽക്കണ്ടം, മുന്തിരി എല്ലാം നമ്മൾ നിവേദിച്ചതിന് ശേഷമാണ് ക്രിയയിലേക്ക് കടക്കേണ്ടത്. ഇതിക്ക് മുന്നോടിയായി ഒന്നുകൂടെ ചെയ്യണം. നമ്മളെ വീട്ടിലെ ഉരലും ഉലക്കയും കഴുകി അത് നമ്മൾ കുറിയൊക്കെ തൊടിയിച്ച് നിർത്തണം. ചില ക്രിയകൾക്ക് ഉമ്മറത്തെ കട്ട്ളേമ വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ കട്ട്ളയുടെ പുറത്ത് വെച്ച് ചെയ്യേണ്ട ക്രിയയുണ്ട്, അല്ലെങ്കിൽ അകത്ത് വെച്ച് ചെയ്യേണ്ട ക്രിയകളുമുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും വേണ്ട. എവിടെയാണോ ഉരുൾ കിടക്കുന്നത് അവിടെയാണ് ആ കർമ്മം ചെയ്യേണ്ടത്. ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ചെയ്യാം. ഇനി ക്രിയയിലേക്ക് കിടക്കാം. ക്രിയയിലേക്ക് കിടക്കുമ്പോൾ ഭഗവാന്റെ മുന്നിൽ ഈ ഇല വെച്ചിട്ട് ആ ഇലയിൽ നേരത്തെ കാണിച്ച ആ യന്ത്രം വറപൊടി കൊണ്ട് വരയ്ക്കണം.
വരച്ച് നമ്മൾ അതിലേക്ക് ഒരു നാളികേരം 3 കണ്ണ് തുറന്ന് അതിൽ 3 പന്തം കുത്തിവെക്കണം. ഈ നാളികേരം നന്നായിട്ട് കറുപ്പിക്കണം. കറുപ്പിച്ചുകൊണ്ട്, അതായത് നമ്മൾ ഉമിക്കരി പൊടിച്ച് അതിൽ അല്പം നെയ്യും കൂട്ടിയിട്ട് വേണം ഈ നാളികേരം കറുപ്പിക്കാൻ. എന്നിട്ട് ഈ പന്തം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വയ്ക്കണം. വച്ചിട്ട് ഈ മന്ത്രങ്ങളും ക്രിയകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു കർമ്മി മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വയം ചെയ്യാനും പറ്റും, നിങ്ങളുടെ കുടുംബപരമായിട്ടൊക്കെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിരന്തര ശത്രുദോഷങ്ങൾ തീർത്തതായോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇത് ചെയ്തു നോക്കിയാൽ ഫലം കിട്ടും. എന്തായാലും ഭക്തി ഉണ്ടായിരിക്കണം. നമ്മുടെ സനാതന ധർമ്മത്തിൽ ഭക്തി ഉണ്ടാവണം. അല്ലാത്തൊരാൾ ചെയ്തിട്ട് കാര്യമില്ല. ആ സംസ്കാരത്തിൽ, ഭാരത സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുക, ആ മന്ത്രത്തെ നമ്മൾ ഉപാസിക്കുക, എങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുള്ളൂ. ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിക്കണം എന്നാണ് നമ്മുടെ ഭാരത സംസ്കാരം. അല്ലാതുള്ള ഒരു ക്രിയയും ഫലിക്കില്ല എന്ന് പറയാം. പക്ഷെ നിങ്ങളുടെ ഭക്തി ഉണ്ടെങ്കിൽ അതും നടക്കും. ഭഗവാന് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അതും ഭഗവാൻ നടത്തിത്തരുമെന്ന് വിശ്വസിക്കുന്നു. ഈ മന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഋഷി ഛന്ദസ്സൊക്കെ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. മൃഗമുദ്ര പിടിച്ചുകൊണ്ട് ഭഗവാൻ ഋഷി, അതുപോലെ പങ്ക്തിച്ഛന്ദ, ഓം നൃസിംഹോ ദേവത, ഈ മന്ത്രമാണ് മന്ത്രത്തിന് മുൻപ് ചെയ്യേണ്ട ഛന്ദസ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഹ്രാം ബീജം, ഹ്രീം കീലകം, ക്രോം ഹ്രീം ശക്തി എന്നൊക്കെ ഇതിന് മുന്നോടിയായിട്ട് ഉരുവിടണം എന്നൊക്കെ പറയാം. അത് ക്രിയകൾ അറിയുന്നവർ ചൊല്ലിയാൽ മതി. ജപേ വിനിയോഗ, നമുക്ക് ഇഷ്ടസിദ്ധ്യാർത്ഥേ ജപവിനി, നമുക്ക് എന്ത് കാര്യത്തിനും വേണ്ടിയും ഇത് ചെയ്യാം. പ്രധാനമായിട്ട് ഉച്ചാടനത്തിലാണ് ഈ ക്രിയ ചെയ്യുന്നത്. ഉച്ചാടനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വന്നിട്ടുള്ള ദോഷങ്ങളെ തിരിച്ചടിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തുള്ള ഒരു ക്രിയകളാണ് ഇത്. ഇനി മന്ത്രത്തിന് ധ്യാനങ്ങളൊന്നുമില്ല. ഞാൻ മന്ത്രം ചൊല്ലാം. നമ്മൾ ഈ ക്രിയകൾക്ക് മുൻപായിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരുവിധം ഒരു നിഷ്പ്രയാസം ചൊല്ലാവുന്ന രീതിയിലേക്കെങ്കിലും ആക്കി വയ്ക്കണം. കാരണം ഇത് 1008 സംഖ്യ ഈ മന്ത്രം ചൊല്ലേണ്ടതുണ്ട്. അത് നോക്കി ചൊല്ലാം. അപ്പോൾ ആ നേരത്ത് പിഴകളൊന്നും വരാതിരിക്കാൻ വേണ്ടി മന്ത്രത്തിലേക്ക് കടക്കും മുൻപ് ഒന്ന് 10-20 തവണ ഒന്ന് ചൊല്ലി ഒന്ന് ആയാസമാക്കി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവിടെ ഭഗവാൻ നൃസിംഹസ്വാമി ആയതുകൊണ്ട് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് തരൂ. അല്ലാത്ത പക്ഷം നിങ്ങളെ ചെയ്ത കർമ്മത്തിന് ഇരട്ടി ദോഷമായി നിങ്ങൾക്ക് ഭവിക്കും. കാരണം ഭക്തിയില്ലാത്ത ഭക്തനെ പരിപാലിക്കുന്നതാണ് ഭഗവാൻ. അപ്പോൾ ആ ഭക്തിയോടുകൂടിയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ ഭക്തി ഇല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ പ്രവർത്തനം വളരെ വലുതായിരിക്കും. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മന്ത്രം ചൊല്ലാം. ഓം നമോ നൃസിംഹായ ജ്വാലമുഖായ അഗ്നിനേത്രായ ശംഖചക്രഗദാ പത്മഹസ്തായ ഉഗ്രാവായ ഹിരണ്യകശ്യപു ഛേദനാനഘായ മാലാഭൂഷിതായ മമ സർവശത്രും ശീഘ്രം ദഹ ദഹ ക്രോം ഹ്രീം ഹ്രാം നമ സ്വാഹ. ഈ മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത്. വീട്ടിലുള്ള എല്ലാവരും ഇതിന് ഒഴിഞ്ഞിടണം. ആദ്യം തന്നെ ഈ പന്തങ്ങളൊക്കെ നമ്മൾ കൊളുത്തി
അതിലേക്ക് വീട്ടിലെ എല്ലാ ആൾക്കാരും ഭസ്മം എടുത്ത് 3 വിരൽ കൊണ്ട് ഭസ്മം എടുത്തുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഒഴിഞ്ഞ് ഈ മന്ത്രം കഴിയുന്നതോടുകൂടി നാളികേരത്തിലേക്ക് സമർപ്പിക്കണം. അങ്ങനെ 1008 സംഖ്യ ജപിച്ച് നമ്മൾ ഈ നാളികേരത്തിലേക്ക് ഇടണം. ജപത്തിന് മുന്നോടിയായി നമ്മളുടെ ആവശ്യങ്ങൾ പറയണം. യന്ത്രഗായത്രി ചൊല്ലണം, മന്ത്രഗായത്രി ചൊല്ലണം. ഇവിടെ ശത്രുവിൻ്റെ പേരും നാളും പറയണമെന്നില്ല. മമ ശത്രു, ജ്ഞാത അജ്ഞാത ശത്രു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പേരും നാളും പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച ആളല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാപം നമ്മൾക്കും വന്നു ചേരും. അപ്പം എല്ലാം ബ്രഹ്മാർപ്പണം സമർപ്പയാമി എന്ന രീതിയിൽ ചെയ്ത് ജ്ഞാത ശത്രുക്കളെ മാറ്റി എനിക്ക് സ്വസ്ഥത സമാധാനം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം. ഇതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഈ പന്തം കത്തിച്ച് വെച്ചിട്ടുള്ള ആ ഇല ആയ ഒരു ചുറ്റണം. ആയ ഒരു ചുറ്റി അപ്പോഴേക്കും നമ്മൾ 1008 ചൊല്ലുമ്പോഴേക്കും ഈ പന്തൊക്കെ കത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ പന്തം കത്തി കഴിഞ്ഞോട്ടെ, അതുകൊണ്ടൊന്നും വിരോധമില്ല, കെടാതെ നോക്കണം എന്നൊന്നില്ല. ഇതെടുത്തുകൊണ്ട് നമ്മൾ ഉരലിൽ നിറുകെ വെക്കണം. അക്ഷതം ചെരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി അക്ഷതം വെച്ച് ആ അക്ഷതത്തിൽ മീതെ ഉരലിന് മീതെ ഇത് വെക്കണം. വെച്ചിട്ട് ഈ ഒലക്കെടുത്ത് 2 ഓങ്ങി 3ാമത് അടിച്ച് ഉടക്കണം. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് മാറി നിന്നുകൊണ്ട് ശേഷം വന്ന് നമ്മൾ നാളികേരങ്ങളൊക്കെ പറക്കി ഒരു ഉറയിലാക്കി മാറ്റി വെച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഉരുളൊക്കെ നിവർത്തി വെക്കണം. ഉരൽ കമഴ്ത്തി വെച്ചിട്ടാണ് ഈ ക്രിയ ചെയ്യേണ്ടത്. എന്നിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ നാളികേരങ്ങളെല്ലാം എടുത്ത് വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക. പിറ്റേ ദിവസം അത് ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് സമർപ്പിക്കണം. ഈ ക്രിയ കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ അടുത്ത് വന്ന് സമസ്താപരാധം പുറത്ത് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് ക്രിയ മുടിക്കാം. ഒരു കോയിനെടുത്ത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കണം. ഒരു കോയിനെടുത്ത് വീടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം കഴിക്കണം. ഒരു കോയിനെടുത്ത് തട്ടകത്തമ്മ ഭഗവതിങ്കലെ കൊടുത്ത് ഒരു കടുംപായസവും ചെയ്യണം. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ ക്രിയ തന്നെ പല രീതിയിലാണ് ചെയ്യണത്. ഇത് തന്നെ പന്നിമുഖിയെ കൊണ്ട് ചെയ്യും. പന്നിമുഖി എന്ന് പറഞ്ഞാൽ ചില ഗുരുക്കന്മാർ ഇതിനെ വാർത്താളിയായിട്ട് സങ്കല്പമുണ്ട്. ചില ഗുരുക്കന്മാർ അത് സമ്മതിക്കുന്നില്ല. ചിലർ അത് അങ്ങനെയല്ല, വേറെ മറ്റൊരു മൂർത്തിയാണെന്ന് വാദിക്കുന്നവരും കേൾക്കാനിട വന്നിട്ടുണ്ട്. എന്തായാലും പന്നിമുഖിയെ കൊണ്ടും മലയാള മാന്ത്രികത്തിലെ അത്യുഗ്രമായ ക്രിയ മറ്റൊന്നുണ്ട്. അതായത് നാളികേരം എടുത്ത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രങ്ങളൊക്കെ എഴുതി പാറവള്ളി ചുറ്റി ഒക്കെ ചെയ്യുന്ന ഒരു ക്രിയകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലാണ് പല കർമ്മങ്ങളും പല ഗുരുക്കന്മാരും ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൃസിംഹസ്വാമിയുടെ ഏതൊരു ഭക്തനും സാത്വികമായിട്ടുള്ളതും അതേസമയം ദ്രാവിഡ കർമ്മമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നത്. ഇത്തരം ക്രിയാവിശേഷങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പഠിക്കാൻ, അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അടിയനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹായിക്കണം. ഇത്തരം കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് ഏതൊരു വ്യക്തികൾക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്
എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ കാണിക്കുന്ന ആ മനസ്സ്, ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനലിന് എല്ലാ സഹായങ്ങളും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്ത് ഈ ചാനലിനെ വളർത്തി കൊണ്ടുവരണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇപ്പോഴും നല്ല സുഹൃത്തുക്കൾ ഇതുമൂലം വന്നിട്ടുണ്ട്. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്ത് അഭിപ്രായമുണ്ടെങ്കിലും ഇത് വാട്സാപ്പ് നമ്പറുണ്ട്. ഈ വാട്സാപ്പിൽ വോയിസ് ആയിട്ട് ഇടും. പരമാവധി എന്നെ വിളിക്കാതിരിക്കുക. ഞാൻ ഒഴിവാകുമ്പോൾ എല്ലാവർക്കും മറുപടി തന്നോളാം. എല്ലാവരെയും കുടുംബ പരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളിയമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.